നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാദമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. പ്ലസ് ടു കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന ആദ്യത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. PDF നോട്ട്സ് ഒക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് യൂണിറ്റ് ആയ സൊല്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് മേക്സ് എ സൊല്യൂഷൻ. ഇതും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സൊല്യൂട്ട്? എന്താണ് സോൾവെൻറ്റ്? കുറച്ച് പഞ്ചസാര ഒരു ഗ്ലാസ്സിൽ കലക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത് ഷുഗറിനെയാണ്, സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ എന്തിനെയാണോ ലയിപ്പിക്കുന്നത് അതാണ് സൊല്യൂട്ട്. എന്താണോ ലയിക്കാൻ സഹായിക്കുന്നത്, മറ്റൊന്നിനെ ലയിക്കാനായിട്ട് എന്തിലാണോ ലയിക്കുന്നത് അതാണ് സോൾവെൻറ്റ്. പഞ്ചസാര വെള്ളത്തിൽ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടിയത്. ഇപ്പോൾ രണ്ട് വസ്തുക്കളെ നമ്മൾ മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടായത്. അപ്പോൾ ഈ സൊല്യൂഷൻ ഒരു മിക്സ്ചർ അല്ലേ? അതെ, സൊല്യൂഷൻ ഒരു മിക്സ്ചറാണ്. എന്നാൽ ഏത് രണ്ട് വസ്തുക്കളെ മിക്സ് ചെയ്താലും നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുമോ? ഇല്ല. രണ്ട് തരം സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഇതിൽ ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് സൊല്യൂഷൻസ് അല്ല. ഒരു സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ പാർട്ടിക്കിൾസിനെ നമുക്കത് വൺസ് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമോ? ഇല്ല. അത് മാത്രമല്ല, ഷുഗറിനെയും വാട്ടറിനെയും ഷുഗർ സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, ഷുഗറും വാട്ടറുമായിട്ട് വേർതിരിക്കാനായിട്ട് നമുക്ക് വെറുതെ ഈ സാൻഡും വാട്ടറും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ പറ്റില്ല. ഡിസ്റ്റിലേഷൻ പോലുള്ള മെത്തേഡ്സ് വേണ്ടിവരും. പക്ഷേ സാൻഡും വാട്ടറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻഡും വാട്ടറും മിക്സ്ചർ നമുക്കൊരു ക്ലിയർ സൊല്യൂഷനൊന്നും കാണാൻ പറ്റില്ല. ബ്ലേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിരിക്കും സാൻഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ. അതിന് സൊല്യൂഷനേ പറയാൻ പറ്റില്ല. കുറച്ച് നേരം നമ്മൾ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് താഴെ അടിയുകയും ചെയ്യും. സെഡിമെൻറ്റേഷൻ എന്നാണ് ഈ പ്രോസസ്സിന് പറയാം. ഈ സെഡിമെൻറ്റ് ചെയ്ത സാൻഡും വാട്ടറും നമുക്ക് ഈസി ആയിട്ട് പതുക്കെ ഡീക്കാൻറ്റേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, സാൻഡും വാട്ടറും മിക്സ്ചറാണ് ആദ്യം വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഗ്ലാസ്സിൽ. രണ്ടാമത്തെ ഗ്ലാസ്സിൽ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ സാൻഡ് അടിഞ്ഞു കൂടിയതും. മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഒരു സൊല്യൂഷനാണ്, ഷുഗർ സൊല്യൂഷനോ സോൾട്ട് സൊല്യൂഷനോ ആവാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഒരു സൊല്യൂട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. രണ്ടോ മൂന്നോ സൊല്യൂട്ട്സ് ഒക്കെ ഒരു സിംഗിൾ സോൾവെൻറ്റിൽ തന്നെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ്. ബൈനറി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, 2 കമ്പണൻസ് എന്ന അർത്ഥത്തിലാണ്. ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും മാത്രമുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 കമ്പണൻസ് ചേർന്നിട്ട്, അതായത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും ചേർന്ന് ഒരു സൊല്യൂഷൻ നമ്മൾ ഫോം ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ സോൾവെൻറ്റ് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലായിരിക്കും ആ സൊല്യൂഷൻ കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഷുഗർ സൊല്യൂഷൻ തന്നെ എടുക്കാം. അതിൽ ഷുഗർ എന്താണ്? സോളിഡാണ്. വാട്ടറോ? വാട്ടർ ലിക്വിഡാണ്. നമ്മൾ കാണുന്ന ഷുഗർ സൊല്യൂഷൻ ഏതവസ്ഥയിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും ആ സൊല്യൂഷൻ്റെ സ്റ്റേറ്റ്. ഇനി നമുക്ക് സോൾവെൻറ്റിൻ്റെ മീഡിയം അനുസരിച്ച് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ: ഗേഷ്യസ് സൊല്യൂഷൻസ്. സോൾവെൻറ്റ് ഗ്യാസ് ആയിരിക്കും. Solute can be gas, liquid, solid.
എക്സാമ്പിൾ ഗ്യാസ് ആൻഡ് ഗ്യാസ്, മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്. ലിക്വിഡ് ആൻഡ് ഗ്യാസ്, എക്സാമ്പിൾ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. സോളിഡ് ആൻഡ് ഗ്യാസ്, ക്യാംഫർ കർപ്പൂരം നൈട്രജൻ ഗ്യാസിൽ മിക്സ് ചെയ്തത് ഒരു സൊല്യൂഷനാണ്. ലിക്വിഡ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സോൾവെൻറ്റ് ലിക്വിഡ് ആയിരിക്കും. ഗ്യാസ് ആൻഡ് ലിക്വിഡ്, ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നമ്മുടെ അക്വാട്ടിക് ആനിമൽസ് ഒക്കെ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അതാണ് ബ്രീത് ചെയ്യുന്നത്. ലിക്വിഡ് ഇൻ ലിക്വിഡ്, എഥനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സോളിഡ് ഇൻ ലിക്വിഡ്, ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇനി സോളിഡ് സൊല്യൂഷൻസ് ആണ്. സോൾവെൻറ്റ് സോളിഡ് ആണ്. ഗ്യാസ് ആൻഡ് സോളിഡ്, എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പലേഡിയം, ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ലിക്വിഡ് ആൻഡ് സോളിഡ്, അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം, അതും ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോളിഡ് ഇൻ സോളിഡ്, കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്, നമ്മുടെ ഗോൾഡ് ജ്വല്ലറി ഒക്കെ പണിയുന്നത് കോപ്പർ ഗോൾഡിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അത്രയും ഉറപ്പ് കിട്ടില്ല, ഗോൾഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം, അതായത് മെത്തേഡ്സ് ടു ഡിറ്റർമിൻ ദി concentration of solutions. Methods to determine concentration of solutions, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. ഇനി എന്താണ് ഈ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ is the amount of solute in a given quantity of solvent. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ടിൻ്റെ അളവ് എത്ര, അതാണ് കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസെൻട്രേഷൻ നമുക്ക് രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം, ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും. ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യം എമൗണ്ട് പറയുന്നില്ല. നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് ഡൈല്യൂട്ട്, കോൺസെൻട്രേറ്റ് അങ്ങനെയാണ് പറയുന്നത്. സൊല്യൂട്ടിൻ്റെ അളവ് കുറവുള്ള സൊല്യൂഷൻസിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നും, സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലുള്ള സൊല്യൂഷനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഇത് സ്ക്വാഷ് അല്ലെങ്കിൽ സിറപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അല്ലേ. ഈ സിറപ്പ് നമ്മൾ അങ്ങനെ തന്നെ കുടിക്കുമോ? കുടിക്കാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര മധുരമായിരിക്കും. മധുരമുള്ളത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ ജ്യൂസ്, ഈ സിറപ്പ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് മധുരമായി കിട്ടും. കാരണം അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞു, കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തു. ജ്യൂസിൻ്റെ കേസിൽ നമ്മൾ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആയാലും ഡൈല്യൂട്ട് ആയാലും കുടിച്ചതുകൊണ്ട് ഇപ്പോൾ ആരും മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു മരുന്നിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. മരുന്നുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെറുതെ സൊല്യൂഷൻ ഡൈല്യൂട്ടെന്നോ കോൺസെൻട്രേറ്റഡെന്നോ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ തട്ടിപ്പോകും. കാരണം കൃത്യം മൈക്രോ ക്വാണ്ടിറ്റീസ് വ്യത്യാസത്തിൽ ആൾക്കാർ ചിലപ്പോൾ മരണപ്പെട്ടെന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവ്, സൊല്യൂട്ടിൻ്റെ അളവ് നിശ്ചിത എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്ര എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാൽക്കുലേഷൻസ് ടു ഡിറ്റർമിൻ ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ മെത്തേഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഡിസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞെങ്കിലും മെഡിസിൻ മാത്രമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും പ്രോഡക്ട്സ്, ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് ആകട്ടെ, പെയിൻ്റ് ആകട്ടെ, ഡിറ്റർജൻ്റ് ആകട്ടെ, എന്ത് വസ്തുവിൻ്റെയും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ഓരോ വസ്തുക്കൾക്കും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചില സോപ്പുകൾക്ക് ട്രാൻസ്പെറൻസി ഉണ്ട്, ചില സോപ്പുകൾക്ക് നല്ല പതയുണ്ടാവും. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ കിട്ടണമെങ്കിൽ ഇത്തരം കോൺസെൻട്രേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ മൈക്രോ ക്വാണ്ടിറ്റീസിൻ്റെ വ്യത്യാസത്തിൽ ഈ പ്രോപ്പർട്ടീസിന് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് ഇത്തരം കാൽക്കുലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു, ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചതാണ് ചില മെത്തേഡ്സ്.
പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് മാസ് പെർസെൻറ്റ് is equal to mass of a component by total mass of solution into 100. നമുക്ക് സൊല്യൂട്ടിൻ്റെയോ സോൾവെൻറ്റിൻ്റെയോ മാസ് പെർസെൻറ്റേജ് കാണാം. അപ്പോൾ നമുക്ക് 20 ഗ്രാം ഷുഗർ 80 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കും. 20 ഗ്രാം ഷുഗർ 80 ഗ്രാം വാട്ടർ. നമ്മളോട് ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. എങ്ങനെ കാണാൻ പറ്റും? ഇക്വേഷൻ ഇതാണ്. മാസ് ഓഫ് എ കമ്പണൻറ്റ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഇവിടെ ഷുഗറിൻ്റെയാണ് നമുക്ക് മാസ് പെർസെൻറ്റേജ് കാണേണ്ടത്. അപ്പോൾ ഷുഗറിൻ്റെ മാസ് എത്രയാണ്? 20 ഗ്രാം. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, ഷുഗറിൻ്റെ മാസ് 20 ഗ്രാം, വാട്ടറിൻ്റെ മാസ് 80 ഗ്രാം. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 is equal to 20 by 100 into 100, that is equal to 20%. അപ്പോൾ ഇതാണ് ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റ്. അങ്ങനെയെങ്കിൽ വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റ് എത്രയായിരിക്കും? 80%. മാസ് പെർസെൻറ്റ് എം ബൈ എം അല്ലെങ്കിൽ ഡബ്ല്യു ബൈ ഡബ്ല്യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് വോളിയം പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എ കമ്പണൻറ്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് പെർസെൻറ്റേജ് പോലെ തന്നെ. അപ്പോൾ ഇവിടെ വി ബൈ വി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വോളിയം ഓഫ് പെർസെൻറ്റേജിനെ വി ബൈ വി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ 10% എഥനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 ml എഥനോൾ 100 ml സൊല്യൂഷനിൽ, ടോട്ടൽ 100 ml സൊല്യൂഷനിൽ ഉണ്ട് എന്നാണ്. വി ബൈ വി എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ സാധാരണയായിട്ട് ലിക്വിഡ് സൊല്യൂഷൻസിനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റ്. മാസ് ബൈ വോളിയം പെർസെൻറ്റ് M by V is equal to amount of solute in 100 ml of the solution. ഫാർമസ്യൂട്ടിക്കൽസിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ml ഓഫ് ദി സൊല്യൂഷൻ എന്ന യൂണിറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പാർട്സ് പെർ മില്യൺ അഥവാ ppm is equal to number of parts of a component divided by total number of parts of all components into 10 raised to 6. ട്രേസ് ക്വാണ്ടിറ്റീസിൽ മാത്രം സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ പ്രസൻ്റ് ആവുമ്പോഴാണ് പാർട്സ് പെർ മില്യൺ എന്ന യൂണിറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊല്യൂട്ടൻസ്, വാട്ടറിലുള്ള പൊല്യൂട്ടൻസിൻ്റെ ക്വാണ്ടിറ്റീസ്, എയറിലുള്ള പൊല്യൂട്ടൻസിൻ്റെ ക്വാണ്ടിറ്റീസ്, ഇതെല്ലാം നമ്മൾ പാർട്സ് പെർ മില്യണിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 1 ലിറ്റർ സീ വാട്ടർ, 1 ലിറ്റർ സീ വാട്ടർ എന്ന് പറയുന്നത് 1030 ഗ്രാമാണ്. ഇതിൽ 6 × 10⁻³ ഗ്രാം ഓക്സിജൻ ഡിസോൾവ്ഡ് ആണെന്ന് വിചാരിക്കും. 1030 ഗ്രാം സീ വാട്ടറിൽ 6 × 10⁻³ ഗ്രാം ഓക്സിജൻ ഡിസോൾവ്ഡ് ആണ്. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഈ 1 ലിറ്റർ സീ വാട്ടറിൽ അറിയണം. ഇപ്പോൾ 10⁻⁶ മില്യൺ പാർട്സ് ആക്കി നമ്മൾ ഈ 1 ലിറ്റർ സീ വാട്ടറിനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പാർട്സ് ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉള്ളതെന്നാണ് ഈ പാർട്സ് പെർ മില്യൺ എന്ന യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓക്സിജൻ്റെ എമൗണ്ട് 6 × 10⁻³ ഗ്രാം, വാട്ടറിൻ്റെ മാസ് 1030 ഗ്രാം ഇൻറ്റു 10⁻⁶. നമുക്ക് 5.8 ppm എന്ന് കിട്ടും. അതായത് 5.8 പാർട്സ് പെർ മില്യൺ ഓഫ് ഓക്സിജൻ ഇസ് പ്രസൻറ്റ്.
ഇതാണ് ഇതിൻ്റെ അർത്ഥം. 1 ലിറ്റർ സീ വാട്ടറിനെ നമ്മൾ 10�6 പാർട്സ് ആക്കി മാറ്റിയാൽ അതിൽ 5.8 പാർട്സ് ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അടുത്തത് മോൾ ഫ്രാക്ഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പണൻറ്റ്സ്. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോൾ ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൈ എന്ന സിമ്പൽ ഉപയോഗിച്ചാണ്. നമുക്ക് 2 കമ്പണൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, കമ്പണൻറ്റ് എ ആൻഡ് കമ്പണൻറ്റ് ബി. നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പണൻറ്റ് എ NA എന്നും നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പണൻറ്റ് ബി NB എന്നും മാർക്ക് ചെയ്താൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പണൻറ്റ് എ എന്ന് പറഞ്ഞാൽ NA ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് NA പ്ലസ് NB. ഇനി കൈ ബി ഇസ് ഈക്വൽ ടു NB ബൈ NA പ്ലസ് NB. ഇനി സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ കമ്പണൻറ്റ്സ് ഇൻ എ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി എന്നാണ്. അതായത് 2 കമ്പണൻറ്റ്സ് ആണെങ്കിൽ കൈ എ പ്ലസ് കൈ ബി വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന രീതി. ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സോൾവ്ഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലൻ ഗ്ലൈക്കോൾ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് എത്തിലൻ ഗ്ലൈക്കോൾ ബൈ മാസ്. അപ്പോൾ മാസ് പെർസെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, എത്തിലൻ ഗ്ലൈക്കോളിൻ്റെ മാസ് പെർസെൻ്റ്. നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 കമ്പണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പണൻറ്റ്സ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ എത്തിലൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ബൈ മോളാർ മാസ്. ഈ സ്റ്റെപ്പ് കണ്ടോ? ആദ്യം തന്നെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. മോളാർ മാസ് ഓഫ് എത്തിലൻ ഗ്ലൈക്കോൾ 12 × 2 2 കാർബൺ ആറ്റംസ് പ്ലസ് 1 × 6 6 ഹൈഡ്രജൻ ആറ്റംസ് പ്ലസ് 16 × 2 2 ഓക്സിജൻ ആറ്റംസ് 62 grams per mole. 20/62. 20 എന്നുള്ളത് മാസ് പെർസെൻറ്റേജ് ആണ്, അത് നമ്മൾ മാസ്സായിട്ട് തന്നെ എടുത്തു. 0.322 മോൾസ് എന്ന് കിട്ടി എത്തിലൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾസ്. വാട്ടറിൻ്റെ മാസ് നമ്മൾ 88 എടുത്തു, കാരണം മാസ് പെർസെൻറ്റേജല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 20 എത്തിലൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ ബാക്കി 80 വാട്ടർ ആയിരിക്കും. അപ്പോൾ 80 g/18 g 4.4444 മോൾസ്. ഇനി മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.322 മോൾസ് ബൈ 0.322 മോൾ പ്ലസ് 4.444 മോൾസ് 0.068 മോൾസ് എന്ന് കിട്ടി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചോദ്യം എത്തിലൻ ഗ്ലൈക്കോളിൻ്റെ മാത്രം കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെത് ജസ്റ്റ് 1 മൈനസ് ചെയ്താൽ മതി, എത്തിലൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ മൈനസ് ചെയ്താൽ മതി 1-ൽ നിന്നും. അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 0.932. അപ്പോൾ ഇങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത എക്സ്പ്രഷൻ മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഒരു സോൾവ്ഡ് എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ 75 gram ഓഫ് ബെൻസീൻ. അപ്പോൾ 2.5 gram എത്തനോയിക് ആസിഡ് 75 gram ഓഫ് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അതാണ് നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എത്തനോയിക് ആസിഡാണ് ഇവിടെ സൊല്യൂട്ട്. കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റി, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, ഇവിടെ ഗ്രാമിലാണ് തന്നിരിക്കുന്നതെന്നുള്ളത് മറക്കണ്ട. ഇവിടെ 75 gram എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം, അതായത് എത്തനോയിക് ആസിഡിൻ്റെ മോൾസ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മോളാർ മാസ് കണ്ടുപിടിച്ചു. 12 × 2 + 1 × 4 + 16 × 2 60 gram എന്ന് കിട്ടി. മോൾസ് ഓഫ് എഥനോയിക് ആസിഡ് 2.5/60 0.0417 മോൾസ്. ഇനി മാസ് ഓഫ് ബെൻസീൻ ഇൻ കിലോഗ്രാം എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 1000 75 × 10⁻³ കിലോഗ്രാം എന്ന് കിട്ടി. ഈ മൊളാലിറ്റിയുടെ ഇക്വേഷനിലേക്ക് നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോയിക് ആസിഡ് ആണ് 0.0417 ബൈ 75,000 എന്നുള്ളത് നമ്മൾ മുകളിലേക്ക് എടുത്തു. ഫൈനൽ ആൻസർ 0.556 മോൾസ് പെർ കിലോഗ്രാം. സ്മോൾ എം ആണ് മൊളാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി. സ്മോൾ എം യൂസ് ചെയ്താലും മതി. അടുത്ത എക്സ്പ്രഷൻ മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. മൊളാലിറ്റിയിൽ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആയിരുന്നു. ഇവിടെ വോളിയം ആണ് വേണ്ടത്. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു സോൾവ്ഡ് എക്സാമ്പിളാണിത്. നമുക്ക് വായിക്കാം. Calculate the molarity of a solution containing 5 gram of NaOH and 450 ml of solution. 450 ml സൊല്യൂഷനിൽ 5 gram NaOH, അതായത് NaOH ആണ് ഇവിടെ സൊല്യൂട്ട്. 5 gram 450 ml സൊല്യൂഷനിൽ ഡിസോൾവ് ആണ്. മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വോളിയം ml ആണ് തന്നിരിക്കുന്നത്. നമുക്കിത് ലിറ്റേഴ്സിലാക്കി മാറ്റണം. ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. സൊല്യൂട്ടിൻ്റെ 5/40 = 0.125 gram മോൾസ്. ഇനി വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് 450/1000. അതും കിട്ടി. മൊളാരിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.278 ക്യാപിറ്റൽ എം ആണ് നമ്മൾ മൊളാരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്മോൾ എം മൊളാലിറ്റിക്ക് വേണ്ടിയിട്ടും. മൊളാരിറ്റിയും തമ്മിൽ വേറൊരു വ്യത്യാസം കൂടെയുണ്ട്. മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാര്യം എന്തായിരിക്കും? മൊളാരിറ്റി വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സിലാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ്റെ മൊളാരിറ്റിക്കും ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അതാണ് മൊളാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. മാസ് ചേഞ്ച് ആവുന്നില്ലല്ലോ. അപ്പോൾ മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്, ബട്ട് മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ മെത്തേഡ്സ് ടു ഡിറ്റർമിൻ ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് നമ്മൾ ഏകദേശം കഴിഞ്ഞു. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലെ എക്സസൈസസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇൻ ടെക്സ്റ്റ് എക്സസൈസസും ചെയ്ത് നോക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. നന്ദി.